ഇപ്പൊ എന്റെ ഇൻസ്റ്റ വെരിഫൈഡ് ആണോ? അല്ല. വെരിഫൈഡ് ആവാനുള്ള വഴി എന്താ അറിയോ? പൈസ കൊടുത്തിട്ട് വാങ്ങാം. അല്ലാതെ എന്റെ അക്കൗണ്ട് ഒക്കെ എങ്ങനെ വെരിഫൈഡ് ആവാൻ? പൊതുവെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു സെലിബ്രിറ്റി ആവണം, അത്യാവശ്യം ഫേമസ് ആയ ആളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് വെരിഫൈഡ് ആവും. സോറി ഗൈസ്, എന്റെ അക്കൗണ്ട് വെരിഫൈഡ് അല്ല. പക്ഷെ വെരിഫിക്കേഷൻ ബാഡ്ജ് കിട്ടിയ ഒരുപാട് ആളുകൾ ഉണ്ടല്ലേ. പക്ഷെ അതേപോലെ തന്നെ കുറെ ഫോളോവേഴ്സ് ഉണ്ടായിട്ടും വെരിഫിക്കേഷൻ ബാഡ്ജ് കിട്ടാതെ പെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിലിപ്പോൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിനൊരു സ്കാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം വെരിഫിക്കേഷൻ ബാഡ്ജ് മെജോറിറ്റി ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇൻസ്റ്റ യൂസ് ചെയ്യുന്നവരിൽ 85% ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വെരിഫിക്കേഷൻ ബാഡ്ജ് എന്ന് പറയുന്നത്. കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഫേമസ് ആണ്, അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു സെലിബ്രിറ്റി ആണ്, നമ്മളെ കൂടുതൽ പേർക്ക് അറിയാം, നമ്മുടെ അക്കൗണ്ടിന് എന്തൊരു പ്രത്യേകത ഉണ്ട് എന്നൊക്കെ ആളുകൾക്ക് തോന്നിപ്പിക്കുന്ന ഒരു ഐഡന്റിറ്റി മാർക്കാണ് ഈ വെരിഫിക്കേഷൻ ബാഡ്ജ് എന്ന് പറയുന്നത്. ബ്ലൂ ടിക്ക് അല്ലേ? ത്രെഡ്സിൽ 3 തരം വെരിഫിക്കേഷൻ ബാഡ്ജ് ഉണ്ട് അല്ലേ? ഇൻസ്റ്റയിൽ ബ്ലൂ കളറിലാണെന്നുണ്ടെങ്കിൽ ത്രെഡ്സിൽ 3 കളേഴ്സിൽ 3 തരത്തിൽ വെരിഫിക്കേഷൻ ബാഡ്ജ് ഉണ്ട്. അതായത് ഓൺടർപ്രണേഴ്സിനും സെലിബ്രിറ്റീസിനും ലൈക്ക് ഓരോ കാറ്റഗറിയിലും ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് വെരിഫിക്കേഷൻ ബാഡ്ജാണ് കിട്ടുക. ബട്ട് ഇൻസ്റ്റയിൽ എന്താണ്? ബ്ലൂ കളർ. ഇതിന്റെ സ്കാം എന്താണെന്ന് അറിയോ? എന്താ സംഭവം? എന്താ കേട്ടത്? അതായത് ഒരു ഇമെയിലാണ് വരാൻ, നമ്മുടെ മെയിലേക്ക് വരും, ഇങ്ങനെ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ആവാൻ പോവാണ് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു മെയിൽ വരും. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റയുമായി കണക്ട് ചെയ്ത മെയിൽ ഐ ഡി ഉണ്ടല്ലോ, ആ മെയിൽ ഐ ഡിയിലേക്ക് മെറ്റയിൽ നിന്നാണെന്ന് പറഞ്ഞ് കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ മെറ്റ അയച്ചതാണെന്നേ നമുക്ക് തോന്നുള്ളൂ. മെറ്റയുടെ ആ ലോഗോ ഒക്കെ ഉണ്ടാവും, പക്ഷെ അത് മെറ്റ അയക്കുന്നതല്ല. ആ മെയിലിൽ എന്താ ഉണ്ടാവുക, നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന വെരിഫിക്കേഷൻ ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാഡ്ജ് കിട്ടുമെന്ന് പറയാം. ആ ഒരു സംഭവം പ്രസ് ചെയ്ത് കഴിഞ്ഞ് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇത് പ്രശ്നം വരെ ഇവിടെ അറിയാം. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പം നിലവിലുണ്ട്, വെരിഫിക്കേഷൻ ബാഡ്ജ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ ഇങ്ങനെ ഒരു മെയിൽ അവർക്ക് വന്നു കഴിഞ്ഞാൽ മെറ്റയുടെ ഭാഗത്ത് നിന്നാണെന്ന് അവർ ജസ്റ്റ് ഒന്ന് നോക്കും, കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ മെറ്റ അയച്ചു തന്നെ. അപ്പൊ എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും. അപ്പൊ ആ ബാഡ്ജ് കിട്ടുന്നുള്ള പ്രതീക്ഷയോടുകൂടെ എന്ത് ചെയ്യും, ലിങ്ക് ചിലപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഒരു 200K ഫോളോവേഴ്സ് കഷ്ടപ്പെട്ട് എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. 200K ഒക്കെ ഫോളോവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കഷ്ടപ്പെടണം. 2 ലക്ഷം ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. നല്ല രീതിയിൽ പണിയെടുത്തവർക്ക് മാത്രമേ അത്രയും ഫോളോവേഴ്സ് ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ 1 മില്യൺ എന്നൊക്കെ പറയുന്നത് എവിടെ കിടക്കുന്നത്? ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളതും കൂടെ നഷ്ടപ്പെടും. സോ എല്ലാവരും വെരി വെരി കെയർഫുൾ. ഓക്കെ, സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെനിമയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.